മല്ലിക മലർ മുല്ല വിരിഞ്ഞുള്ള മണം കൊള്ളാം. പൊന്നെ എന്റെ മകളോട് പോയി പറയണം, ചെക്കൻ പയറൊക്കെ നല്ല പൊട്ടിച്ചു കേട്ടോ. ആ ഇജ് പെണ്ണ് കാണാൻ വരുമ്പോഴേ ഉദത്ത് പാള വെച്ച് കെട്ടിക്കോളുണ്ട് പറയാ. ഇവിടെ ഷെഫുമാര് വിചാരിച്ച ഷെഫുമാരല്ല, മെയിൻ ഷെഫുമാരാ. ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല ഇല്ലാതെ അതാരെങ്ങനെ പോണ ആള് അപ്പം ഈ അപ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യും, ഒന്ന് സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങി. ഉണ്ടപ്പായ ഇതാ നമ്മുടെ തത്തട ഹോട്ടലിൽ വന്നിട്ട് കുറച്ച് നേരമായിക്കണു. അപ്പം ഞങ്ങൾ പിന്നെയാണ് എത്തുന്നത്. അപ്പം കാണാൻ പോവുക. കുറച്ച് നേരങ്ങൾ സൽമാന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചോളി. ഫുള്ള് നാണാണ്. അതിനുള്ള കാരണങ്ങൾ കാണാൻ പോണത്. ഞങ്ങളെ പുതിയാപ്പിളാണിത്, മല്ലിക പുതിയാപ്പിളാണ്. ആദിലാനെ കെട്ടാണേ. അമ്മകള് പാട്ട് പാടുന്നുണ്ട് ഇത്രേ. ആ അത് അമ്മകള്, എന്റെ അമ്മകളാണിതേ. പാറുമെന്ന് വെച്ചിരിക്കണം പാട്ട് പാടും. മല്ലിക പാട്. സൽമാൻ വരുമ്പോ ഏത് പാട്ടാ പാടുക? മല്ലിക മലർ മുല്ല വിരിഞ്ഞുള്ള മണം കൊള്ളാം മംഗളമണി മാരൻ ഇതാ വരുന്നേ. എന്താ പാട്ട് കണ്ടോളെ. ഓർക്ക് ചെറിയ ഓർക്ക് എന്നെ നാണം വരുന്നുണ്ട്. ഓർക്ക് വലിയ മനെ എന്റെ കല്യാണാണ്, ഇതൊന്നും ഉഷാറാവട്ടോ. ഔരേ ആ ഇഞ്ചോടെ കുട്ടിയുണ്ട് ഇത്രേ, എന്റെ ആളാപ്പാടെ കുട്ടിയെ. ആ അത് മതി. അപ്പൊ എത്രനെ കെട്ടിന്? അപ്പൊ ചെല്ലു മിന്നുവിനെ കെട്ടണമെന്ന് പറഞ്ഞു ഇവിടെടുത്ത് മിന്നുവിനെ. ആ വേണ്ടേ? ഓ പണ്ടിനോട് കെട്ടിച്ചേരാൻ പറഞ്ഞാണേ. ഓന് ബസ്സുകൾ വേണം, ഓന് സ്കൂള് വേണം, ബസ്സുകൾ വേണം, സ്കൂളൊക്കെ വേണം എന്ന് പറഞ്ഞേ. ഒക്കെ കൊടുക്കട്ടോ, ഒക്കെ തരാം, എല്ലാം തരട്ടോ. ബസ്സുകളെ കൊണ്ട് പേരുക്കാക്കി കൊടുക്കാല്ലേ. അപ്പൊ എന്താട്ടിന് ഓ നേരാട്ടെ. മജീദിനെ പെണ്ണിട്ടാണേ അളിയം. പൊന്നെ അലിയനാത്രേ. മകളെ കെട്ടാനോ? അനക്ക് പൈസ വേണം. ആ പിന്നെ വേറെന്താ ഉണ്ട്? ഫുള്ള് വെച്ചാ. ആ പിന്നെ വേറെന്തിനും വേണം? വണ്ടി വേണോ? അയ്യോ പിന്നെ സ്വർണം. ആ അപ്പൊ സ്വർണം വേണം, വണ്ടി വേണം, പൈസയും വേണം. ഇനി ബാക്കി എന്തിനും വേണം ഇപ്പൊ പറഞ്ഞോ. ഞാൻ സമയത്ത് പറയരുതേ. അഞ്ച് എന്ത്? ആ 5 ഒന്നും അല്ല. ഞാൻ ആദ്യം ഓളോടൊന്ന് ചോദിച്ചോക്കട്ടെ അന്നെ പറ്റുമോന്ന്. ഇല്ല അത് കഴിയാനാണല്ലോ. എന്തേ നീ ചായ കുടിച്ചാൻ പോണെന്നോ? എടത്ത് ചായക്കടല്ലേ? ആ അത് പൊട്ടിക്കണേ. ഇത് രാവിലത്തെ കടയാണ് ഞങ്ങളെ. ഉണ്ടപ്പോ ഒരു പെണ്ണെട്ടിയാലേ മനെ ഹലോ പെണ്ണ് കെട്ടി ഇതൊക്കെ പഠിച്ചോ? ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. ആ പയറ് 2 പയറ് കൊടുത്താ. ആ പൊട്ടിച്ചു പൊട്ടിച്ചായിട്ടോ. ഒന്ന് പൊട്ടിച്ചോ ആദ്യം. ആദ്യം ഒന്നൊന്ന് പൊട്ടിച്ചാ. എന്റെ മകളോട് പോയി പറയണം, ചെക്കൻ പയറൊക്കെ നല്ല പൊട്ടിച്ചു കേട്ടോ. ആ അനക്ക് അടുക്കള പണിക്കൊക്കെ പറ്റിയ ആളാന്ന് പറയാം കേട്ടോ. അതെ വയറ് പൊട്ടിച്ചാ അറിയാം. ഒരു പണിയേലും എടുക്കാൻ അറിയാലോ. ഏ പാട്ട്
ജോ ആച്ച് കല്യാണത്തിന് കുടിക്ക് വരുമ്പോ ഞങ്ങൾ പാടുന്ന പാട്ടില്ലേ ആയിക്കോട്ടെ ആ അത് കെട്ടിക്കാം. മല്ലിക ഏത് പാട്ടാണ് കേൾക്കുന്നുണ്ട്? എന്റെ കുട്ടിക്ക് ഏത് പാട്ട് ഞാൻ പാടിത്തരുന്നത്? മല്ലിക മലർമുല്ലേ. തത്ത പാടുക, തത്തി പാടുവേ, തത്ത നല്ല പാട്ട് എത്തിയാനെ. മല്ലിക മലർമുല്ല വിരിഞ്ഞുള്ള മാനം കൊള്ളാൻ മംഗളമണിമാരൻ. മണിമാരൻ എന്താണ് മണിമാരനെ? മണിമാരൻ മണിമാരന്റെ ചെറിയുണ്ടോ? പിന്നെ പെണ്ണ് കാണാനൊക്കെ വരുമ്പോ ഞാനാണ് എന്നെ കൊണ്ടുപോണത്. ബ്രോക്കർ ഞാനാ. ഈ മുതത്തില്ലേ നല്ല പാള വെച്ചെട്ടിക്കോളുണ്ട്. ഞാൻ രാവിലെ തന്നെ പണി തുടങ്ങും മുതത്ത്. ആ ഇത് പെണ്ണ് കാണാൻ വരുമ്പോഴേ മുതത്ത് പാള വെച്ച് കെട്ടിക്കോളുണ്ട് പറ. ആ അതൊക്കെ ഉണ്ട്. ഞാനും ചെല്ല് പെണ്ണ് കാണാൻ പോണ്. നമ്മളെന്താണു കിട്ടിയത് തന്നെ. എന്താണെന്നോ അത് ചെല്ല് പെണ്ണും കാണാന്. ആ ല്ലേ? ഓ ഓക്കേ. നമ്മളിപ്പോ ചായക്ക് വന്ന് കണ്ടു. പിന്നാലെ ഇനി പോലെ ചായക്ക് വേണം പോണം. കടിക്കാം അല്ലേ മനെ? ചായക്ക് പകരം 4 കഷ്ണം പയറ് ഇറച്ചേ. ഒരു 4 കഷ്ണം പയറ് തിന്നണ. അത് പച്ചക്ക് കണ്ടപ്പോ ഇന്നുണ്ടോ ഇത് തിന്നേ? ആ പയറ് അല്ല തത്ത അജ്ജി ഇതിനിവിടെ പണിക്കെടുക്കടി പെണ്ണേ എടുക്കുവോ? നല്ല ചക്കനാ. ഒരു സീസർ വലിക്കില്ല, ഒരു പരിപാടി ഇല്ല. ആ ആണ്ടാവും. അതാണ് കുട്ടി നല്ല പണി എടുക്കും ചേർക്കാം. ഒരു പണിക്ക് വെച്ചോ. ഏയ് പെണ്ണുങ്ങളെ കണ്ടാ നോക്കൂല. അവന്റെ പെങ്ങന്മാരെ മാരുവനെ എല്ലാരും. ഒയ്യേ അല്ല മോനെ എടി പെരപ്പണി ഇത് നടക്കുന്നുണ്ട് ഇപ്പളേ ഓൻക്കേ. അല്ല ആ ഉള്ളു മറ്റേ ഓന്റെ റൂമൊക്കെ പുതിയ ബാത്റൂമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തുകൂടെ. പിന്നെ AC വെച്ചു. ഏയ് അത് ഞങ്ങൾ തന്നെ കെട്ടിച്ചെന്നേ. ഇത് നോക്കൂലടാ. ആ നോക്കിലാണ്ട് കൗത്ത് ഞാൻ മുറിച്ചുട്ടോ. അവണ്ടപ്പോ മച്ചട്ടെ കുട്ടി ഉണ്ടോ? ഇവിടെ ഷെഫുമാര് വിചാരിച്ച ഷെഫുമാരല്ല. മെയിൻ ഷെഫുമാരാ അറിയാം. നമ്മളെ ഫുള്ള് കട്ടിങ്ങാണ്. എന്നല്ലേ അരി വാങ്ങാൻ പല പണിക്കും നമ്മൾ പോണം. അരി എടുക്ക്. ഇത് പുതിയ ഷെഫ്. ആ ഷെഫില്ല സൽമാൻ. ഇത് അകത്താക്കണ സഫ. എല്ലാം അകത്താക്കും. ഇതിവിടെ പണിക്ക് നിക്കണ്ട. ഇത് ഈ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നിക്കുവോ? തത്തേ ഈ ചെറുക്കനെ പണിക്ക് നിർത്തി വെച്ച് ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന ആള്. ഉള്ളു ചിക്കൻ കറിയും ബീഫോ ടേസ്റ്റ് ചെയ്യുള്ളൂ. വേറെ ഒന്നും കറി ടേസ്റ്റ് ചെയ്യൂല. മുക്കാൻ കിട്ടും. ഓ തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ചെലപ്പോ കിട്ടും. ചെലപ്പോ ബാക്കി ഞങ്ങൾക്കൊന്നും കിട്ടൂലേ? എന്തൊക്കെ ഉണ്ടാക്കുക? സപ്ലൈ ചെയ്യാനേ ആ സപ്ലൈക്ക് ആള് വേണ്ടേ? എപ്പോഴാ വരിക? എത്ര മണിക്ക്?
നാളെ കളിയുണ്ട്. നാളത്തെ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. കളി ഒന്നും കഴിച്ചിട്ട് അതൊന്ന് തീരുമാനമാക്കട്ടെ. കൂലി കൂലി ആ 100 എന്നാലും ലാഭാട്ടോ. 100 ലാഭ. പിന്നെ ചെലവില്ലേ? ആ അപ്പൊ 500 ഉറുപ്പ്യ ഒരു ദിവസം. അപ്പൊ കൂലി മുട്ടി. മനെ രാവിലെ 5 മണിക്ക് വരുമോ? അപ്പൊ ജീവിതത്തിൽ 5 മണി കണ്ടിട്ടില്ല. സൂര്യോദയം കണ്ടുക്കണോ? സൂര്യോദയം കണ്ടുക്കണോ? അല്ലല്ല അങ്ങനത്തെ പോലെ 5 മണിക്ക് പണി കയറി. അസ്തമയം എപ്പോഴും കാണും. അസ്തമയ കാര്യത്തിൽ കാണുള്ളൂ. ആ രാവിലെ എപ്പോഴും നീച്ചാൽ എനിക്ക് 9-10 മണിക്ക് 9 മണിക്ക് 10 മണിക്ക് 1 മണിക്കൂർ ആ തിണ്ടത്തിരിക്കും. ആ പുറത്ത് തിണ്ടില്ലേ അതും ഇരിക്കും 1 മണിക്കൂർ. പല്ല് വേണ്ട തേക്കാൻ ഇരുന്നിട്ട് ആ തിണ്ടുമ്പല്ലേ അങ്ങനെ മൂളിരിക്കും. അത് കഴിഞ്ഞിട്ട് മെല്ലെ കുളിച്ചാൻ കയറും. 1 മണിക്കൂർ കുളിച്ചാൻ പോണം. അത് കഴിഞ്ഞിട്ട് ഒരു ചായ കുടി. അപ്പോൾ 1 മണിക്കൂറായി. 10, 11, 12 1 മണിക്ക്. അത് കഴിഞ്ഞ അമ്പിന്റെ അതാണ് ഈ ഉച്ച സമയത്ത് ഇവിടെ വരുന്നത്. ഒറ്റ ഓട്ട. പിന്നെ വിടക്കൂല. പിന്നെ കാണാൻ ഒരു 2 മണിയായ മാമു നിന്നിട്ടില്ല. മാമുന്നാ പോട്ടേ പറയും. പിന്നെ അവിടെ പോയ മാമുന്ന അവിടെ ഇങ്ങനെ ഇരിക്കും. കുട്ടികളെ വന്നോ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ചായ കുടിക്കാൻ പോകണം. അതിന്റെ മുന്നേ ഒരു വരുന്നതിന്റെ മുമ്പ് ഒരു കോപ്പ ചായ കുടിക്കും. 1 കോപ്പ ചായ, 1 കോപ്പ കട്ടൻ, അതാണ് കുടിക്കുക. പിന്നെ എന്റെ ഒപ്പം പോന്നിട്ടാണ് എണ്ണക്കടി ചായ. ആ എന്താണ് ഇപ്പൊ സൽമാനെ കുറിച്ച് പറഞ്ഞിടത്ത ഒന്നും ആശാന് പറ്റിയിട്ടില്ല. അതാണ് പെട്ടെന്ന് നടന്ന് നീച്ചു പോകുന്നത്. ജാസി വിട്ടിട്ടില്ലേ മനെ? 6-7 മണിയായി. ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇല്ലാതെ ഒരു കടച്ചില് ഓന്റെ കുറ്റം പറഞ്ഞ നീന്. അവന്റെ രാവിലെ പ്രഭാത കർമ്മ നീനപ്പ ഓണയ്ക്ക് പോവാ. നമ്മ എന്തായി ചായ ഒന്ന് കുടിച്ച് ചായ ഉഷാറാക്കണം. ഈ അപ്പില്ലേ ഒരു പിടുത്തവും കിട്ടാത്ത ഒരു സംഭവം കൊണ്ട് ഇതാ ആശാൻ വീണ്ടും വരുന്നു. അപ്പൊ കട പറ അപ്പൊക്കെയല്ല അപ്പം ഇല്ലേ ഓന്റെ 2-3 കുപ്പി ഉണ്ടാവുന്നല്ലേ ഇതിന്റെ ഉള്ളില്. ആരൊക്കെ എടുത്ത് കുടിച്ച് എന്താണ് മുള്ളുണ്ടോ? ആർക്കട്ടെ ഒരു മത്തം പീസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മറക്കാണ്ട് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നത് മാത്രമല്ല, വീഡിയോ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാൻ മറന്ന ആൾക്കാരൊക്കെ എന്തായാലും ലൈക്ക് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.